സമരം ജനാധിപത്യപരമായി സമരം ചെയ്യാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ജനപ്രതിനിധികൾക്കുമുള്ള അവകാശമാണ്. ആ സമരങ്ങളൊക്കെ എപ്പോഴും ബഹുമാനിക്കുന്ന നിലപാടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതിയും അതോടൊപ്പം തന്നെ BJPയും സ്വീകരിച്ചിട്ടുള്ളത്. ഒരു കാര്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി എന്നുള്ളതിന് പറയാനുള്ളത്, സാധാരണക്കാരായ ജനങ്ങൾ അവരവരുടേതായ ദൈനംദിന കാര്യങ്ങൾക്ക് ആശ്രയിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അവരവരുടെ ചെറിയ കാര്യങ്ങൾ, അവരുടെ വീടിൻ്റെ TC, വീടിൻ്റെ പ്ലാൻ അപ്രൂവൽ, അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ പെൻഷനുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതലും. ഹോട്ടലിൻ്റെയും ഹോസ്പിറ്റലിൻ്റെയും കടകളുടെയൊക്കെ ലൈസൻസ്, ഇതിന് 100 കണക്കിന് ആൾക്കാർ ദിവസം വരുന്ന സ്ഥാപനമാണ്. അവർക്ക് വേണ്ടി ഒരു ദിവസം 18-19 മണിക്കൂർ പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറുമാണ്. ഒപ്പം തെരുവുനായ ശല്യം അവസാനിപ്പിക്കുക, കുടിവെള്ള പ്രശ്നമുള്ള സ്ഥലത്ത് കുടിവെള്ളം എത്തിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ മേയറുടെ റൂമിലേക്ക് കയറാൻ അനുവദിക്കാതെ കസേരയിട്ട് അവിടെ വഴി തടസ്സപ്പെടുത്തുക, മറ്റുള്ള ഉദ്യോഗസ്ഥരെ ഡെപ്യൂട്ടി മേയറിനെയും റൂമിലേക്ക് കടക്കാൻ അനുവദിക്കാതിരിക്കുക, അതുപോലെ തന്നെ വിവിധ കാര്യങ്ങൾക്ക് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ലീവൊക്കെ എടുത്ത് വരുന്ന ആൾക്കാരെ മുദ്രാവാക്യം വിളിച്ചും ഭീഷണിപ്പെടുത്തിയൊക്കെ തിരിച്ചു പറഞ്ഞയക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനദ്രോഹപരമായുള്ള നടപടികളാണ്. അതിൽ നിന്നും പിന്മാറണം. കോർപ്പറേഷൻ കോമ്പൗണ്ടിനുള്ളിൽ, ബിൽഡിങ്ങിനുള്ളിൽ കൗൺസിലർമാർക്ക് ജനാധിപത്യപരമായി പ്രതിഷേധിക്കാം. എന്നാൽ പുറത്തുനിന്ന് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ ഇവിടെ വന്ന് കാര്യങ്ങളിൽ സമരം ചെയ്യുന്നത്, അക്രമ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് കൂടുതൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് വരുവാനുള്ളൊരു പ്രേരണ നൽകും. അത് കോർപ്പറേഷൻ്റെ വസ്തുവകൾ നശിപ്പിക്കും, അക്രമാസക്തമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ അതൊക്കെ തന്നെ കോർപ്പറേഷൻ കോമ്പൗണ്ടിനോ ബിൽഡിങ്ങിനോ പുറത്ത് അനുവദനീയമായ രീതിയിൽ ആകാം. പക്ഷേ കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന മേയറെ റൂമിലേക്കും, സാധാരണക്കാരുടെ ജനങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് മേയറുടെ ഓഫീസിലേക്ക് വരുന്നത്. ഇവിടെ സ്മൂത്തായിട്ട് ഫംഗ്ഷൻ ചെയ്യണം. അതിന് തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളിൽ നിന്നും പിന്മാറണം. ജനങ്ങളെ ദ്രോഹിക്കരുത്. ഞങ്ങൾ ദിവസം ഒരു 18-19 മണിക്കൂർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യങ്ങളാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുന്നത്. ഞങ്ങൾ വളരെ സമാധാനപരമായിട്ട് നന്നായിട്ട് ഭരണത്തെ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ട്, മുന്നോട്ട് പോവുകയാണ്. അതങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.